ഹലോ ഹായ് ഫ്രണ്ട്സ്, പ്രസന്ന കിച്ചന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ എൻ്റെ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് എല്ലാവർക്കും ഗ്രിൽ ചിക്കൻ വേണമെന്നുണ്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാനെന്നാ ഓർത്ത് വന്നാൽ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്ത് അവർക്ക് കൊടുക്കാം അല്ലേ. അവരെന്തായാലും നമ്മളോട് പറയുന്നതല്ലേ, നമ്മളോടല്ല പിന്നെ ആരോട് പറയാനായിട്ടാ. അപ്പൊ ഞാൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ചിക്കൻ റെഡി ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഒരു ചിക്കന് 4 പീസായിട്ടാണ് അവർ കൊണ്ട് തന്നെ കേട്ടോ. ഞാനത് 8 പീസാക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര പീസായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ സ്കിന്നോടെ കൂടി ഒരു 8 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മസാലയൊക്കെ തേച്ച് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതിൻ്റെ മസാല റെഡിയാക്കാനാണ് ആദ്യം നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഗ്രിൽ ചിക്കൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജാറിലേക്ക് നമുക്ക് ഒരു സവാള നുറുക്കിയെടുത്തതാണ് കേട്ടോ. ഒരു വലിയ സവാള കേട്ടോ. ഈ ചിക്കൻ എത്ര കിലോയാണെന്ന് അറിയാം? 7 കിലോയാണ് കേട്ടോ. അതായത് 3 വലിയ ചിക്കനാണ്. അത് നമ്മൾ ഒരു ചിക്കൻ 8 പീസ് വെച്ച് പീസാക്കി എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി കുറച്ചില്ല, ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി. ഈ ഇഞ്ചിക്ക് വെളുത്തുള്ളിക്ക് ഇതിനെല്ലാം എരിവുണ്ടല്ലോ, അപ്പം നമുക്ക് കാശ്മീരി മുളക് പൊടി കൊടുക്കാം. ഗരം മസാലപ്പൊടി കുറച്ച് കേട്ടോ, അത് വളരെ കുറച്ചേ ഇടുന്നുള്ളൂ. കുരുമുളക് പൊടി അപ്പം നമ്മുടെ നാരങ്ങ എവിടെ ഇരിക്കട്ടെ, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഫ്രഷ് മല്ലിച്ചപ്പ്. മല്ലിച്ചപ്പ് ഇതിനി ഒന്ന് അരഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് താഴോട്ട് പൊക്കോളും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നിറച്ചിട്ടിട്ടേക്കുന്നത്. അപ്പം നമുക്ക് മിക്സി ഒന്ന് അടച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഓടി വരാം, അടിച്ചിട്ട് വരാമേ. നമ്മളിതാ മസാല റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പം ഇനി നമുക്ക് ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ പൈപ്പിന് നമ്മുടെ മസാലയിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. 2 നാരങ്ങ എടുത്തിട്ടുണ്ട്, വലിയ നാരങ്ങയാണ് കേട്ടോ, പുളിക്ക് വേണ്ടിയിട്ട് ആവശ്യമായ നാരങ്ങ. നമ്മുടെ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക്. നമ്മൾ മസാലയൊക്കെ പുരട്ടി നല്ല റെഡിയാക്കി കേട്ടോ. ഇനി നമ്മളെ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ചിക്കൻ ഇതുവരെ ആരും എടുക്കാതെ നോക്കിയതിന് താങ്ക്സ്. നമ്മുടെ ചിക്കൻ കറക്റ്റായി നമ്മളിനി ഗ്രില്ല് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ ചിക്കൻ എല്ലാം റെഡിയായി, മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജ് വെച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ മുറ്റത്താണ് കേട്ടോ, അതുകൊണ്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. തൽക്കാലം നമ്മളൊരു തൂണൊക്കെ നാട്ടി അതേ ബൾബൊക്കെ കത്തിച്ചു. പിന്നെ നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള ഗ്രില്ല് മെഷീൻ നല്ല ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇച്ചിരി കൂടി ഒന്ന് കത്തി തീർന്നിട്ട് വേണം നമുക്ക് ഈ ഗ്രില്ലിൻ ഇത് വെച്ചിട്ട് നമ്മുടെ ഗ്രില്ല് വെച്ചിട്ട് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഗ്രില്ല് നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുത്താലോ. അങ്ങനെ നമ്മുടെ ഗ്രിൽ ചിക്കൻ ഫസ്റ്റ് വെച്ചത് റെഡി ആയിട്ട് നമ്മൾ എടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി മയോണസും നമ്മുടെ സലാഡും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ക്യാമറാമാന് പോകാൻ സമയമേ, അടുത്തടുത്ത് വീഡിയോയ്ക്ക് പോകണം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിവിടെ നിർത്തുകയാണ്. പോയിട്ട് ഒന്നുകൂടി വരും. അപ്പം നമുക്ക് ബാക്കി എടുക്കാം. ഓക്കെ, ബായ്.